എല്ലാവർക്കും നമസ്കാരം. സ്ത്രീ ശാക്തീകരണം ഈ വാക്ക് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ് അല്ലേ? പക്ഷേ തത്വചിന്തകനായ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ ഇതിനെ നോക്കിക്കാണുന്നത് കുറച്ചുകൂടി ആഴത്തിലുള്ള, തികച്ചും വ്യത്യസ്തമായ ഒരു കോണിൽ നിന്നാണ്. എന്താണ് ആ കാഴ്ചപ്പാടെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളുടെയെല്ലാം അടിസ്ഥാനം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ സഹൃദയ നാരി എന്ന ഹിന്ദി പുസ്തകമാണ്. സത്യത്തിൽ ഇതൊരു പുസ്തകത്തിന്റെ സംഗ്രഹമാണ്. ഒരു സ്ത്രീയുടെ യഥാർത്ഥ ശക്തി എന്താണ്, സമൂഹത്തിൽ അവളുടെ പങ്കെന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ പുതിയ ചില ചിന്തകളാണ് ഈ പുസ്തകം നമുക്ക് മുന്നിൽ വെക്കുന്നത്. ഈ വലിയ ആശയത്തെ മുഴുവനായി മനസ്സിലാക്കാൻ നമ്മളൊരു 6 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ കടന്നുപോകും. ഒന്നാമതായി, നമ്മുടെ സമൂഹത്തിലെ ആ അസന്തുലിതാവസ്ഥയെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ഒരു സ്ത്രീയുടെ ഹൃദയം, അതായത് അവളുടെ സ്വഭാവം എന്താണെന്ന് നോക്കും. മൂന്നാമതായി, ഈ ശാക്തീകരണത്തിന്റെ ലക്ഷ്യം പ്രതികാരമല്ല എന്ന് മനസ്സിലാക്കും. തുടർന്ന് ഗൃഹലക്ഷ്മി എന്ന മനോഹരമായ സങ്കല്പത്തെക്കുറിച്ചും പുരോഗതിയിൽ പുരുഷനും സ്ത്രീക്കും എങ്ങനെ പങ്കാളികളാകാമെന്നും നമ്മൾ ചർച്ച ചെയ്യും. അവസാനം ഒരു കുടുംബം എങ്ങനെ നല്ലൊരു സ്കൂളായി മാറുന്നുവെന്നും നോക്കാം. അപ്പോ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം? ഈ പുസ്തകം തന്നെ തുടങ്ങുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയൊരു അസന്തുലിതാവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ജനസംഖ്യയുടെ പകുതിയോളം പേർ അസമത്വത്തിന്റെ ഇരകളാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അവരുടെ കഴിവുകളെ നമ്മൾ അടിച്ചമർത്തുമ്പോൾ അത് ആ സ്ത്രീകളെ മാത്രമല്ല ബാധിക്കുന്നത്, അത് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ, എന്തിന് രാജ്യത്തെ തന്നെ പിന്നോട്ട് വലിക്കുകയാണ്. ശരിയല്ലേ? പകുതി ആളുകളെ മാറ്റി നിർത്തിയിട്ട് ഒരു വണ്ടിക്ക് എങ്ങനെ മുഴുവൻ വേഗതയിൽ മുന്നോട്ട് പോകാൻ പറ്റും? അതുപോലെ തന്നെയാണത്. ശരി, ഈ അസമത്വം ഒരു വശത്ത്. ഇനി നമുക്ക് സ്ത്രീയുടെ സഹജമായ പ്രകൃതത്തെക്കുറിച്ച് ഈ പുസ്തകം എന്താണ് പറയുന്നതെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ സ്വഭാവം ഇത്രയേറെ സവിശേഷമായി കണക്കാക്കുന്നത്? നോക്കൂ, ക്ഷമിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരോടുള്ള കരുണ, ഒന്നിനോടും ഉപാധികളില്ലാത്ത സ്നേഹം, എത്ര വേണമെങ്കിലും സഹിക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഒരു സ്ത്രീയുടെ അടിസ്ഥാന സ്വഭാവം എന്നാണ് പുസ്തകം പറയുന്നത്. ഇതൊന്നും വെറും സാധാരണ വികാരങ്ങളല്ല, മറിച്ച് ഏത് വലിയ പ്രശ്നത്തെയും സ്നേഹം കൊണ്ട് മറികടക്കാനുള്ള ഒരു തരം ആത്മീയ ശക്തിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു കുടുംബത്തിന്റെ നെടുന്തൂണ് ഒരു സ്ത്രീയാകുന്നത്. ഇതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാകും. എത്രയൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചാലും ഒരു സ്ത്രീയുടെ ഉള്ളിൽ മറ്റൊരാളെ ഉപദ്രവിക്കാനല്ല, മറിച്ച് മുറിവുണക്കാനാണ് തോന്നുക. പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് കാലം വഴിതെറ്റി നടന്ന ഒരു മകൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരമ്മ അവനെ വഴക്ക് പറയുകയല്ല, മറിച്ച് ഓടിച്ചെല്ല കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്നേഹത്തിനും ക്ഷമയ്ക്കു മുന്നിൽ മറ്റെല്ലാം ചെറുതായി പോകും. അപ്പോ എങ്ങനെയുള്ള കഴിവുകളൊക്കെയുള്ള സ്ത്രീ ശാക്തീകരിക്കപ്പെടുമ്പോ ചിലരുടെയെങ്കിലും മനസ്സിലൊരു പേടി വരാം. ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? അതൊരു പ്രതികാര നടപടിയാണോ? ഈ പുസ്തകം ആ സംശയത്തിന് വളരെ വ്യക്തമായൊരു മറുപടി തരുന്നുണ്ട്. അതെ, ഇതാണ് ചോദ്യം. സ്ത്രീ ശാക്തീകരണം എന്നു കേൾക്കുമ്പോൾ പുരുഷന്മാർ ഭയക്കേണ്ടതുണ്ടോ? ഇത് അവർക്കെതിരെയുള്ള ഒരു പടയൊരുക്കമാണോ? കാലങ്ങളായി അനുഭവിച്ച വേദനകൾക്ക് പകരം ചോദിക്കാനുള്ളൊരു ശ്രമമാണോ ഇത്? എന്താണ് സത്യം? ഒരിക്കലുമല്ല എന്നാണ് ഉത്തരം. പലരും തെറ്റിദ്ധരിക്കുന്നതുപോലെ ഇതൊരു പ്രതികാരത്തിനോ പുരുഷനും സ്ത്രീയും തമ്മിലുള്ളൊരു യുദ്ധത്തിനോ വേണ്ടിയുള്ള മുന്നേറ്റമല്ല. സത്യത്തിൽ ഇത് നമ്മുടെ സമൂഹത്തിനു പറ്റിയ ഒരു മുറിവുണക്കാനുള്ള ശ്രമമാണ്. കാലക്രമേണ നഷ്ടപ്പെട്ടുപോയ ആ ഒരു ബാലൻസ്, ആ ഒരു സന്തുലിതാവസ്ഥ, അത് തിരികെ കൊണ്ടുവരാനുള്ളൊരു ശ്രമം. ഇവിടെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, ഗ്രന്ഥകർത്താവ് ഒരു ഉറപ്പ് തരുന്നുണ്ട്. ഇത് ഒരിക്കലും ഒരു ആൺ-പെൺ യുദ്ധമായി മാറില്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ ഏതൊരു ആശയത്തെക്കാളും ശക്തമാണ്. ഒരമ്മയ്ക്ക് മകനെ വെറുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് സഹോദരനെതിരാകാൻ പറ്റുമോ? ആ ബന്ധങ്ങൾക്ക് അത്രയും ആഴമുണ്ട്. ഒരു പ്രത്യയശാസ്ത്രത്തിനും അതിനെ തകർക്കാൻ കഴിയില്ല. അപ്പോ ലക്ഷ്യം പ്രതികാരമല്ലെങ്കിൽ പിന്നെന്താണ്? സ്ത്രീ ശാക്തീകരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? അവിടെയാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും മനോഹരവും ശക്തമായ ഗൃഹലക്ഷ്മി എന്ന ആശയം കടന്നുവരുന്നത്. എന്താണ് ഗൃഹലക്ഷ്മി? ഈ വാക്ക് കേൾക്കുമ്പോൾ വെറുതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാളെ ഓർക്കരുത്. അതല്ല ഇവിടുത്തെ അർത്ഥം. ഗൃഹലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഒരു വീടിനെ സ്വർഗമാക്കി മാറ്റുന്ന അറിവും കഴിവും സ്വാതന്ത്ര്യവുമുള്ള ഒരു ശില്പിയാണ്. സമാധാനവും പുരോഗതിയും സന്തോഷവുമൊക്കെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ കേന്ദ്രബിന്ദു. ഇത് വെറുതെ കിട്ടുന്ന ഒരു പേരല്ല, നേടിയെടുക്കുന്ന വളരെ ശക്തമായ ഒരു സ്ഥാനമാണ്. പക്ഷേ ഒരു സ്ത്രീക്ക് ഈ ഗൃഹലക്ഷ്മിയായി മാറാൻ ചില കാര്യങ്ങൾ അത്യാവശ്യമാണ്. 3 കാര്യങ്ങൾ. ഒന്നാമത്തത് വിദ്യാഭ്യാസം. അവൾക്ക് വേണ്ട അറിവും കഴിവുകളും നൽകണം.
രണ്ടാമത്തേത് അവസരം. പഠിച്ച കാര്യങ്ങൾ പ്രകടിപ്പിക്കാനും ഉപയോഗിക്കാനും അവൾക്ക് സ്വാതന്ത്ര്യം വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്തുണ. കുടുംബത്തിലുള്ള എല്ലാവരുടെയും ബഹുമാനവും സഹകരണവും അവൾക്ക് കിട്ടിയേ തീരൂ. ഇതിനെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്ന ഒരു ഉപമയുണ്ട്. അത് കേട്ടാൽ കാര്യം വ്യക്തമാകും. ഒരു സ്ത്രീയുടെ സ്വഭാവം ഖനിയിൽ നിന്ന് കുഴിച്ചെടുത്ത ഒരു വജ്രക്കല്ല് പോലെയാണത്രേ. അതിന് അതിന്റേതായ മൂല്യമുണ്ട്. പക്ഷേ അതിനെ ചെത്തി മിനുക്കുമ്പോഴല്ലേ അതിന്റെ യഥാർത്ഥ തിളക്കം പുറത്തുവരൂ. അതുപോലെ വിദ്യാഭ്യാസവും അവസരങ്ങളും പിന്തുണയും കൊണ്ടും മിനുക്കിയെടുക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ യഥാർത്ഥ കഴിവുകൾ ലോകം കാണുന്നത്. അപ്പോ ഒരു സ്ത്രീയെ ഇങ്ങനെ മിനുക്കിയെടുക്കാൻ എന്ത് വേണം? അതിന് ആദ്യം മാറേണ്ടത് കുടുംബത്തിലെ റോളുകളെക്കുറിച്ചുള്ള നമ്മുടെ പഴയ ചിന്തകളാണ്. എല്ലാ ഉത്തരവാദിത്തവും ഒരാളുടെ തലയിൽ വെച്ചുകൊടുക്കുന്ന രീതി മാറണം. പകരം അതൊരു ടീം വർക്ക്, ഒരു പാർട്ട്ണർഷിപ്പായി മാറണം. ഈ ഒരു മാറ്റം നമുക്കിങ്ങനെ കാണാം. പഴയ രീതിയില് വീടുജോലി മുഴുവൻ സ്ത്രീയുടെ മാത്രം ഭാരമായിരുന്നു, തീരാത്ത പണി. പക്ഷേ പുതിയ പങ്കാളിത്ത മാതൃകയിലോ അതൊരുമിച്ച് ചെയ്യുന്ന ഒരു ജോയിന്റ് എഫേർട്ടായി മാറുന്നു. കുട്ടികളെ വളർത്തുന്നത് അമ്മയുടെ മാത്രം ഡ്യൂട്ടി ആയിരുന്നെങ്കിൽ പുതിയ രീതിയിൽ അത് ഒരുമിച്ച് ആസ്വദിക്കുന്നൊരു സന്തോഷമായി മാറുന്നു. തീരുമാനങ്ങൾ പുരുഷൻ മാത്രം എടുക്കുന്നതിനു പകരം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ബഹുമാനത്തോടെ എടുക്കുന്നു. എന്തു വലിയ വ്യത്യാസമാണല്ലേ? ഇതൊന്നും നടക്കാത്ത സ്വപ്നങ്ങളാണെന്ന് കരുതരുത്. പുസ്തകം തന്നെ ബർമ്മ പോലുള്ള രാജ്യങ്ങളുടെ ഉദാഹരണം പറയുന്നുണ്ട്. അവിടെയൊക്കെ പുരുഷന്മാർ വീട്ടുജോലികളിൽ പങ്കാളികളാകുന്നത് സാധാരണമാണ്. അതിന്റെ ഫലമോ കൂടുതൽ ശക്തവും സന്തോഷവുമുള്ള കുടുംബങ്ങൾ. അപ്പോ ഒന്നോർക്കുക, ഭാര്യയെ സഹായിക്കുന്നത് പുരുഷത്വത്തിനു ഒരു കുറവുമല്ല. സത്യത്തിൽ അത് കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ശരി, അപ്പോൾ സ്ത്രീക്ക് അറിവും അവസരവും കിട്ടി, കുടുംബത്തിലെ പുരുഷന്റെ പങ്കാളിത്തവും വന്നു. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ഫലം വളരെ മനോഹരമാണ്. നമ്മുടെ വീടെന്നത് വീട് അല്ലാതായി മാറും, അതിലുപരി മറ്റൊന്നായി മാറും. അതാണ് പരിവാർ പാഠശാല അല്ലെങ്കിൽ കുടുംബ വിദ്യാലയം എന്ന ആശയം. നമ്മുടെ വീട് വെറുമൊരു കെട്ടിടം അല്ലാതായി ഒരു പാഠശാലയായി മാറുന്നു. അവിടെ പഠിപ്പിക്കുന്നത് കണക്കോ സയൻസോ അല്ല, മറിച്ച് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള പാഠങ്ങളാണ്. ഒരുമിച്ചൊരു ജോലി ചെയ്യുമ്പോൾ കുട്ടികൾ സഹകരണം പഠിക്കുന്നു, പരസ്പരം സംസാരിക്കുന്നത് കേട്ട് ബഹുമാനം പഠിക്കുന്നു. അച്ഛനും അമ്മയും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് അവർ അച്ചടക്കവും പരസ്പര പിന്തുണയും പഠിക്കുന്നു. സാധാരണ സ്കൂളുകളിൽ നിന്ന് നമുക്ക് ചരിത്രവും കണക്കുമൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷേ നല്ല സ്വഭാവം, അതായത് ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ട ഗുണങ്ങൾ എവിടെ നിന്ന് പഠിക്കും? അത് പഠിക്കുന്നത് ഈ കുടുംബ വിദ്യാലയത്തിൽ നിന്നാണ്. ജീവിത വിജയത്തിന്റെ യഥാർത്ഥ അടിത്തറ പണിയുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ കാതലായ ആശയമിതാണ്: നമ്മളൊരു സ്ത്രീയെ ശാക്തീകരിക്കുമ്പോൾ അത് ഒരു വ്യക്തിക്ക് മാത്രമുള്ള ഗുണമല്ല, നമ്മളൊരു കുടുംബത്തെയാണ് ശക്തമാക്കുന്നത്. ആ കുടുംബം ഒരു സമൂഹത്തെയാണ് നല്ലതാക്കുന്നത്. അങ്ങനെ മാനവരാശിയുടെ ഭാവിയാണ് നമ്മൾ ശോഭനമാക്കുന്നത്. അതാണ് ഗൃഹലക്ഷ്മി എന്ന ആശയത്തിന്റെ യഥാർത്ഥ ശക്തി. അപ്പോ ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? വളരെ ലളിതമാണ്. യഥാർത്ഥ പുരോഗതി എന്ന് പറയുന്നത് അവകാശങ്ങൾക്കു വേണ്ടിയുള്ളൊരു യുദ്ധമല്ല, മറിച്ച് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ടു പോകുന്നൊരു യാത്രയാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഒരു സമൂഹം എത്രത്തോളം ഉയർന്നിട്ടുണ്ടെന്നറിയാൻ അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ നോക്കിയാൽ മതി. അപ്പോ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം. ഈ പറഞ്ഞ പോലൊരു പങ്കാളിത്തം, ഒരു തുല്യത നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെറിയ മാറ്റമെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കൂ. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.